ാണ് രേണുസുതി നാട്ടുകാരെ കൊണ്ട് പറയുന്നത്. അടങ്ങി ഒതുങ്ങിയിരുന്നു കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ രേണുസുതി കൂടുതൽ എയറിലായി എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടും രേണുസുതിക്ക് അറിയാം അത് നെഗറ്റീവ് ആവും എന്ന്. എന്നിട്ടും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാനും പൈസ കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ള ആർത്തി കൊണ്ടും അഹങ്കാരങ്ങൾ കൊണ്ടും തലയ്ക്ക് പിടിച്ച് രേണുസുതി ലൈവിൽ കേട്ടിക്കുട്ടിയ കാമക്കളികൾ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നു. ഇതൊക്കെ കേൾക്കണമായിരുന്നു. ഇപ്പം തന്നെ സൂചിച്ചേട്ടൻ മരിച്ചതിന് ശേഷം അവർ ഒരുപാട് ഇതിലേക്ക് വെച്ചാൽ ആൾക്കാർ തെറി പറയുകയും ഒക്കെയാണ്. അവരുടെ കാട്ടങ്ങൾ കൊണ്ട് തന്നെയാണ് പല ആളുകളും തെറി പറഞ്ഞത്. പക്ഷേ ഇപ്പം അവർക്ക് കുറച്ച് പോസിറ്റീവായി വന്ന സമയത്ത് അവരിങ്ങനെയുള്ള കാട്ടങ്ങളൊക്കെ കാണിച്ചു വീണ്ടും കുപ്രസിദ്ധി നേടേണ്ട വല്ല ആവശ്യമുണ്ടോ? അവർക്ക് അടങ്ങി ഒരുങ്ങി ഇരിക്കുവാണെങ്കിൽ ഇപ്പം അത്യാവശ്യം സിനിമകളും ഒക്കെ കിട്ടുന്നുണ്ട്. എന്നിട്ടത് പോരാ. എന്തിനാണ് നാട്ടുകാരെ കൊണ്ട് ആവശ്യമില്ലാത്ത ചീത്ത പറയുന്നത്? ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുള്ളൂ. ഇപ്പം നമുക്ക് വേണം പറയാം അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ലൈവിലൊക്കെ നമ്മളൊരു മാന്യമായിട്ട് ലൈവൊക്കെ നടത്തുവാണ്. അതൊന്നും ആരും ഒരു വീഡിയോ ഇടത്തില്ല, ആരും പരിഹസിക്കത്തില്ല, ആരും കളിയാക്കത്തില്ല, ആരും വിമർശിക്കത്തില്ല. പക്ഷെ അതല്ല അവർ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഓരോ വ്യക്തിത്വമുണ്ട്. അത് നമ്മൾ അത് കളഞ്ഞു കുടിക്കരുത്. ഇനിയെങ്കിലും ഇതുപോലുള്ള ഒക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വീണ്ടും വിമർശിക്കുകയുള്ളൂ. തെറി പറയുന്നവർ ഇപ്പം പണ്ടൊക്കെ ആൾക്കാർ തെറി പറയുമായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പം അവരെ നല്ലപോലെ ആൾക്കാർ തെറി പറയുന്നുണ്ട്. എന്നാ അഹങ്കാരങ്ങൾക്കുണ്ട്. നല്ല അഹങ്കാരമാണ് ഇപ്പം അവർക്ക്. ഭയങ്കര ബിഗ് ബോസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു പാവപ്പെട്ട അടുത്തൊന്നും ഇതില്ല സൂചിച്ചേണ്ട കാര്യമൊക്കെ പറഞ്ഞ് കരഞ്ഞ് നടത്തിയ ഒരു സ്ത്രീയായിരുന്നു. ബിഗ് ബോസിൽ കയറി കഴിഞ്ഞപ്പം അവർ കുറച്ച് ഓഫറുകൾ വന്നു, കുറച്ച് ആൽബം, ഷോർട്ട് ഫിലിം, ഇതിലൊക്കെ അവർ അഭിനയിച്ചു. അതൊക്കെ അവരുടെ കാര്യം. പക്ഷേ ഈ ഓരോ ലൈവിലൊക്കെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ രേണുസുതിയെ പോലെ ഒരു വൈറലായ താരം ആൾക്കാരത് വിമർശിക്കുകയും ആൾക്കാരതെടുത്ത് വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്യും. അതിനെ ന്യായീകരിച്ചിട്ടും അല്ല മറ്റുള്ളവരെ ചീത്ത വിളിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല. ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കുവാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലതാണ്. എന്ന് വെച്ചാൽ ഒരു മോനൊക്കെ ഉള്ളതല്ലേ. മറ്റൊരു മോൻ പഠിക്കുന്നു, അത് സുചേട്ടൻ്റെ ഇതിലുള്ള മോൻ കിച്ചു പഠിക്കുന്നു. ഇതൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇവരുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഈ കൊച്ചു വലുതായി കഴിയുമ്പോൾ ഈ രേണുസുതിയുടെ ഒരു മോനുണ്ടല്ലോ കൊച്ചു, ആ കൊച്ചു വലുതാകുമ്പോൾ എന്തൊക്കെയാണ് നിന്റെ അമ്മ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ ആൾക്കാർ പറയും. അതൊന്നും രേണുസുതി അതൊന്നും ഇതാക്കുന്നില്ല. അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, എന്തൊക്കെയോ കോപ്പറാന്തകൾ കാട്ടിക്കൂട്ടുന്നു, എന്തൊക്കെയോ നെറുകിട പരിപാടിയൊക്കെ കാട്ടിക്കൂട്ടുന്നു. പക്ഷേ ഇത് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ട. മറ്റുള്ളവരും അവരെ വിമർശിക്കുന്നു, അല്ല അവരെ പരിഹസിക്കുന്നു, ചീത്ത വിളിക്കുന്നൊന്നും അവർക്കൊരു ഇതില്ല. അഹങ്കാരം ആണ്. ഇപ്പോൾ കുറച്ച് പൈസയൊക്കെ ആയി, അതിന് കാറൊക്കെ വാങ്ങി, അതിൻ്റേതായ അഹങ്കാരം ഉണ്ട് അവർക്ക്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ ചുമ്മാ ഒരു വീഡിയോ ഇടുവാണെങ്കിൽ അല്ലെങ്കിൽ സാധാരണ പോലെ എത്രയോ പേര് ലൈവ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ആരെങ്കിലും ഇതുപോലെ വിമർശിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പം നിങ്ങൾ ഈ രേണുസുതി ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ ബൈ.